നിങ്ങളുടെ മോളെ എന്ത് ഭാവിച്ച ഇറങ്ങിയിരിക്കുന്നേ? എത്ര കൊണ്ടാലും കൊടുത്താലും അവള് പഠിക്കില്ല. മാഡം എന്താ? സ്വന്തം മോളെ നിലയ്ക്ക് നിർത്താൻ അറിയാത്ത നിങ്ങളൊരു അച്ഛനാണോ? അരുന്ധതി, വാവിട്ട് വളർത്തുവാനും പറയരുത്. മാഡം എന്തായാലും വീട്ടിലോട്ട് കയറി സംസാരിക്കാം. ഇനിയിപ്പോ എനിക്ക് അകത്തോട്ട് എഴുന്നള്ളേണ്ട കാര്യമില്ല. ഇത് കാണ്. സത്യസന്ധയും നിഷ്കളങ്കയുമായി നിങ്ങളുടെ പുന്നാര മോള് കോടീശ്വര പുത്രനുമായി വഴിയിൽ നിന്ന് ശൃംഗരിക്കുന്നത് കണ്ടോ? ഒരു ഭാഗത്ത് കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു, മറുഭാഗത്ത് വേറൊരുത്തനുമായിട്ട് കറക്കം. ഇതാണോ നിങ്ങളുടെ തറവാട്ടു പാരമ്പര്യം? മാഡം നിർത്ത്. എന്റെ മോള് വഴിതെറ്റി നടക്കത്തില്ല. അങ്ങനെയാ ഞങ്ങൾ അവളെ വളർത്തിയിരിക്കുന്നേ. വളർത്തുഗുണമൊന്നും എന്നോട് പറയണ്ട. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവര് തമ്മിൽ ബന്ധമുണ്ട്. ഇതിനു മുൻപ് തുടങ്ങിയതാ. വെറുതെ കിന്നാരം മാത്രമല്ല, വില കൂടി എന്തോ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് മോൾക്ക്. നോക്ക്. അക്കിയുടെ വിവാഹ നിശ്ചയം വലിയൊരു ആഘോഷമായിട്ട് തന്നെ നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതേട്ടാ, ഞാൻ അമ്മയോടും അച്ഛനോടും ഈ കാര്യം പറഞ്ഞതാ. പക്ഷേ അതിനിടയ്ക്കല്ലേ ദോഷം വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഒരാഘോഷം വേണ്ടെന്ന് വെച്ചത്. എന്തൊരു ഡിമാൻഡ്! ഇതൊരു പറയേ, ആവശ്യം നേരത്തെ ഒരുത്തരം നിർത്തൂല. അല്ല, ഇന്നെന്തൊരു ബസ് കുറവാൻ പാടില്ല. ആവശ്യ സമയത്ത് ബസ്സും ഇല്ല, ഒറ്റ ഓട്ടക്കാരന് നിർത്തത്തുമില്ല. ഓ, നക്ഷത്ര നിലയത്തിൽ ചെല്ലാൻ താമസിച്ച ആ ജഗന്നാഥ് വായിന്ന് തോനെ വഴക്കും കേക്കണം. ഓ, ഒരു ഓട്ടെങ്കിലും കിട്ടിയാ മതിയായിരുന്നു എന്റെ ആറ്റലമ്മച്ചി. എടാ, ഒന്ന് നിർത്തണടാ. അക്കിയുടെ കല്യാണം ഒരു മാസമെങ്കിലും തകർത്ത് ആഘോഷിക്കണമെന്ന് കരുതിയത്. ആ, ഇതിപ്പോ നിശ്ചയം കൂടെ കഴിഞ്ഞാ കഷ്ടിച്ച് ഒരാഴ്ച. അതെ, എന്താടാ? ഏട്ടനാ ബസ് സ്റ്റോപ്പിന്റെ സൈഡിലേക്ക് നോക്കിയേ. അവിടെ നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടോ? അതാരെ? ഏട്ടാ, ഒന്ന് ശരിക്കും നോക്കേട്ടാ. അത് നമ്മുടെ നക്ഷത്രയുടെ മമ്മിയെ പോലെയല്ലേ? നക്ഷത്രയുടെ മമ്മിയോ? ആ. എന്തൊരു ചൂടായത്! സഹിക്കാൻ പറ്റണില്ലല്ലേ? നക്ഷത്രയുടെ മമ്മിക്ക് ഈ വഴിയിൽ ഒന്ന് വേർത്ത് കുളിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? അതെന്താണെന്നൊന്ന് അറിയണമല്ലോ. ഏട്ടൻ ഇറങ്ങിയേ, ഇറങ്ങേട്ടാ. അയ്യോ, എന്റെ ദൈവമേ, ഇത് അഖിൽ സാറിന്റെ ചേട്ടന്മാരല്ലേ? അയ്യോ, അവരെന്നെ ഈ വേഷത്തിൽ ഇവിടെ വെച്ച് കണ്ട എല്ലാ കള്ളക്കളിയും പൊളിയും. അയ്യോ, അഖിലിന്റേത് നല്ല ലക്ഷണയുക്തമായ ജാതകമാ. ലക്ഷണം ഇല്ലെങ്കിലും ഈ ജാതകക്കാരൻ ശ്യാമയെ വിവാഹം കഴിക്കും. ശ്യാമയുടെ നക്ഷത്രം രോഹിണിയാ. അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ജാതക ഇത്. അത് നമ്മള് പറഞ്ഞ പോരല്ലോ. വാസുദേവൻ ആരെ കൊണ്ടാണോ ജാതകപ്പൊരുത്തം നോക്കുന്നത് ആ ജ്യോത്സ്യം പറയണ്ടേ? ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലറ ചില്ലറ കളവുകളൊക്കെ പറയുമെങ്കിലും ക്ഷേത്രാചാര ചടങ്ങുകളും മന്ത്രങ്ങളും ജ്യോതിഷവും നന്നായി പഠിച്ചിട്ടുള്ള ഒരാൾ തന്നെയാ ഞാൻ. അത് അറിയാവുന്ന കൊണ്ടാണല്ലോ ഞങ്ങൾ ഈ കൂടെ നിർത്തിയിരിക്കുന്നേ. ഇനിയിപ്പോ ജാതകം വാസുദേവനെ ഏൽപ്പിക്കണ്ടേ? ഏൽപ്പിക്കണം. അത് മാത്രം പോരാ, ഇനിയിപ്പോ കല്യാണ ചെലവുകളൊക്കെ ആരംഭിക്കല്ലേ. അവർക്ക് സഹായവുമായിട്ട് മറ്റാരെങ്കിലും എത്തുന്നതിന് മുൻപ് നമുക്കെത്തണം. അപ്പോ ഞാനങ്ങോട്ട്
അപ്പൊ ശരി. ജാതകം വാങ്ങിയപ്പോ അഖിലിന്റെ വീട്ടുകാർക്കാർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? ജാതക പ്രശ്നം നോക്കി പരിഹാരം ചെയ്യാന്നാ പറഞ്ഞേ. പ്രത്യേകിച്ച് കുറച്ച് ഭക്തി കൂടിയ കുടുംബ. ചെറിയ കാര്യങ്ങൾ പോലും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കണ്ണിലൂടെ വസുന്ധരാമ നോക്കിക്കാണും. ആ, അത് ഞങ്ങൾക്കാണ് ഉപകാരപ്പെടുന്നത്. ആ, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ. സാറേ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യോ എന്തിനു പറയാനാ സാറേ, എനിക്കൊരബദ്ധം പറ്റി. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അകത്തേക്ക് വാ. വാ മായ, സാറേ, അത് പിന്നെ സാറേ, ഞാൻ വീട് വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാ. തിരിച്ച് നക്ഷത്ര നിലയത്തിലേക്ക് വരെ ആട്ടോ നോക്കി നിൽക്കുമ്പോഴാ. നിങ്ങൾ എന്തിനാ ബസ്സിനൊക്കെ പോയത്? പറഞ്ഞ കാർ അയക്കില്ലായിരുന്നോ? അത് പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി. അതിപ്പോ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായി. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കണതേ, അതുവഴി കാറിൽ വന്ന ആനന്ദ നിലയത്തിലെ വസന്തരാമയുടെ 2 മക്കൾ കണ്ടു. ഏട്ടാ നോക്കിയേട്ടാ, അവന്റെ നാണം നോക്കിയേ. എന്താടാ പരിപാടി? ഞാൻ എന്റെ ഫിയാൻസിയുടെ കൂടെ ഡിന്നറിന് പോവാ. നീയോ? എന്താ, എനിക്ക് പോയിക്കൂടെ? നീ ഇത്രയും വളർന്നെന്നറിയാൻ ഏട്ടൻ വൈകി പോയടാ. അല്ല, എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? കളിയാക്കാതെ ഏട്ടാ. അമ്മയുടെ ചെല്ലക്കുട്ടി ഭാവി വധുവിനോടൊപ്പം സ്വാതന്ത്ര്യത്തോടെ ഒരു ഡിന്നറിന് പൊക്കോട്ടെ. നീ പോയിട്ട് വാ മോനെ. ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടായിരിക്കും. നക്ഷത്ര ഡിന്നറിന് ക്ഷണിച്ചപ്പോ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. മനസ്സിലായി മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് ഉരുണ്ട് കളിക്കാതെ വേഗം പോവാൻ നോക്കും. കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. കല്യാണം കഴിഞ്ഞാ നല്ല പോസ്റ്റ് തരും. നക്ഷത്രയുടെ അടുത്ത് നിന്ന് നീ അളന്നു മുറിച്ച് സംസാരിച്ച് വെറുതെ സീൻ ബോറാക്കരുത്. നീ ഒരു റൊമാൻറ്റിക് ഹീറോ ആണെന്ന് അവർക്ക് തോന്നണം. നന്നായി പെർഫോം ചെയ്യണം കേട്ടോ. അല്ല, ഇതാരാ? അരുന്ധതി മേഡവും വിസ്മയും. ഇതെന്താ ഇവിടെ? ഒരു ചെറിയ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. അത് കൊള്ളാം. ഞാൻ മാത്രമല്ല, സംഗീതത്തെ സ്നേഹിക്കുന്ന അഖിലും ഇവിടെയുണ്ട്. അതെ, നക്ഷത്രയുടെ വക ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാ. അവരവിടെ ഒത്തണ്ടേ റെസ്റ്റോറന്റിലെ ജോളി അടിച്ചിരിക്കുക. മൈക്കിൾ ഒരു കാര്യം ചെയ്യണം. ഇന്നിവിടെ വിസ്മയയുടെ ഗാനമേള ഉണ്ടെന്ന് പറയണം. പിന്നെ അത് പിന്നെ ഞാൻ പറയാതിരിക്കോ? വിസ്മയുടെ പാട്ടുണ്ടോ? അഖിൽ അവിടെ എത്തിയിരിക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് അവൻ ആ വോയിസിനോട്. നീ എന്ത് കണ്ടോണ്ട് നിൽക്കുക? ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുക. എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒന്നും പറയാനില്ലേ? നമ്മള് പറഞ്ഞല്ലോ, എന്നെ അഖിക്ക് മനസ്സിലായി, അഖിക്ക് എന്നെയും മനസ്സിലായി. പിന്നെ വാക്കുകളുടെ ആവശ്യമില്ലല്ലോ. നക്ഷത്ര എന്റെ ലൈഫ് പാർട്ണർ മാത്രമായിരിക്കില്ല, നല്ലൊരു ബിസിനസ് പാർട്ണർ കൂടി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ ലൈഫും കോടികളുടെ ആസ്തിയുള്ള ബിസിനസ്സും അതേ ഞാനും ഇപ്പൊ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താ ആലോചിക്കുന്നത്? ഏയ്, അഖിലിന്റെ പേരിലുള്ള സ്വത്തോ കുടുംബ പാരമ്പര്യമോ ഒന്നുമല്ല എനിക്കിഷ്ടായത്. ഈ ക്യാരക്ടർ. ഒരുപാട് തവണ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാ ഇങ്ങനെ അഖിൽ സാറിന്റെ ഒപ്പം ഇരിക്കുന്നത്. ആ, കുടിക്കാൻ എന്താ പറയേണ്ടത്? അയ്യോ, ഒന്നും വേണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശബ്ദത്തിന്റെ ഉടമയാ വിസ്മയ. ഒരു ഫാൻ ബോയുടെ മനസ്സോടെയാ ഞാൻ വിസ്മയുടെ മുന്നിലിരിക്കുന്നത്. ഇത് വിസ്മയല്ലേ? ഇവൻ നക്ഷത്രയുടെ കൂടെ ഡിന്നറിന് വന്നല്ലേ? ഓ, പക്ഷെ ഇത് വിസ്മയല്ലേ? നക്ഷത്രക്കാണ് വിസ്മയ്ക്കാണ് ഇവൻ ഡിന്നർ കൊടുക്കുന്നത്. ഞാൻ അടിച്ച സാധനം മാറിപ്പോയോ? ഇല്ല, ഇത് വിസ്മയ തന്നെ. അപ്പൊ പിന്നെ നക്ഷത്ര എവിടെ പോയി? ഈ ചിരികളിൽ നക്ഷത്രം വന്നു കണ്ട അപകടമാവില്ല ദൈവമേ. അഖിലും ഇവളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നക്ഷത്രം സംശയിക്കും. ശരിയാവില്ല.
അത് വേറെ വിസ്മയ ഇവിടെ ഇരിക്കുവായിരുന്നോ? അയ്യോ, പ്രോഗ്രാം നടക്കുന്നിടത്തുനിന്ന് പ്രശസ്ത ഗായിക വിസ്മയ ഇവിടെ എത്തും അനൗൺസ് ചെയ്തോണ്ടിരിക്കുക. അയ്യോ, പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി തുടങ്ങാൻ പോവാൻ തോന്നുന്നു. ആ അതെ, വിസ്മയ ഒന്ന് മുഖം കാണിച്ചിട്ട് വന്നാൽ അവർക്ക് സമാധാനം ആവൂലോ അല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പാട്ട് കേട്ടിട്ടേ പോവാവൂ. തീർച്ചയായിട്ടും. വിസ്മയ അല്ലേ? ഞാൻ നക്ഷത്ര. അറിയാം, നമ്മളെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയും നമ്മളെ കാണേണ്ടവരാ. ഇനി കാണുമ്പോ ഞാൻ അഖിയുടെ വൈഫായിരിക്കും. ബെസ്റ്റ് വിഷസ്. നീ അഖിലിന്റെ വൈഫാകുന്നത് എനിക്കൊന്ന് കാണണം. എടാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോടൊപ്പം വന്ന് നീ വേറൊരു പെണ്ണുമായി സംസാരിച്ചിരിക്കുന്ന കണ്ടാൽ നക്ഷത്രയ്ക്ക് സംശയം തോന്നത്തില്ലേ? നക്ഷത്ര അത്രയ്ക്ക് നാരോ മൈൻഡുള്ള ആളൊന്നുമല്ല. അതൊക്കെ പറച്ചിലല്ലേ കാണത്തുള്ളൂ. എടാ, പെണ്ണിന്റെ മനസ്സ് പിടികിട്ടാൻ പാടാ. നക്ഷത്ര പോയ ആ ഗ്യാപ്പിൽ വേറെ ആരെങ്കിലും കേറി ഇരുന്നാലോ എന്ന് കരുതി ഞാൻ സീറ്റ് പിടിച്ചിട്ടതാ. കേറി ഇരുന്നാട്ടെ. അപ്പൊ കാര്യങ്ങള് നടക്കട്ടെ. ഇതാണല്ലേ സ്വീറ്റ് സൈലൻസ്. സൈലന്റ് ലവ്. അടുക്കുംതോറും വാക്കുകൾ കുറയും. ഏറ്റവും അടുത്തിരിക്കുമ്പോ ശബ്ദമേ ഇല്ലാതാകും. പ്രാവുകളുടെ കുറുകൽ പോലെ ചില മൂളലുകൾ മാത്രം. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ഹലോ, നീ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് പോയി നിന്നോ. ഞാൻ പവർ ഓഫ് ചെയ്താൽ അതുവഴി വരുന്ന അഖിലിനെ നീ രക്ഷിക്കണം. അല്ല, മെയിൻ സ്വിച്ച് എവിടെയാണെന്നറിയോ? അത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീ വേഗം ചെല്ല്. അഖിൽ സാർ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അഖിൽ വാഷ്റൂമിലേക്ക് പോവും. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ പവർ സപ്ലൈ ഓഫാക്കും. മമ്മി എന്താ സപ്ലൈ ഓഫാക്കാത്ത? ഇപ്പൊ എന്താ ചെയ്യാ? അമ്മയ്ക്ക് തോന്നുന്നതാ. നിന്റെ മുഖം വാടിയാ. എനിക്കപ്പതറിയാൻ പറ്റൂ. മൈക്കിളെ, ഹോട്ടൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ? എന്ത് സംഭവമേ? ഒന്നുമില്ല. സംഭവിച്ചമ്മേ. നീ എത്ര കണ്ണടച്ച് കാണിച്ചാലും ഞാൻ പറയും. എല്ലാം പറ്റിയോളൂ നിനക്ക്? അവിടെ വീഴും, സൂക്ഷിച്ച്. ആ സമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടമ്മേ. ഇല്ലെങ്കിൽ ഇരുട്ടത്ത് പേടിച്ച് അതിൽ ചെന്ന് ചാടിയാന്. നിനക്ക്
കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. അതിനു മുമ്പ് ഞാൻ രക്ഷിച്ചല്ലോ. അഖിൽ, ഇനി വിവാഹം കഴിയുന്നവരെ ഇതുപോലെ ഒരു പരിപാടിക്കും പോകണ്ട. ഇന്ന് പൊളിഞ്ഞു പോയ ഡിന്നർ പാർട്ടിക്ക് പകരം നാളത്തേനെ ആ പറ്റൂ. ഒന്നും വേണ്ട. വൈകിട്ട് 7 മണി കഴിഞ്ഞ് ഇനി ഒരു കാര്യവും നീ അറ്റൻഡ് ചെയ്യണ്ട. ഞാനൊന്ന് കിടക്കട്ടെ അമ്മ. ചെല്ലേ അമ്മ, ഞാൻ കിടത്തിയിട്ട് വരാം. ഞാൻ വിളിച്ചപ്പോ നക്ഷത്ര ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അമ്മ ടെൻഷൻ ആവണ്ടെന്ന് കരുതി കാണും. ഇനി എപ്പോഴും അവന്റെ കാര്യത്തില് കുറച്ച് കൂടുതൽ ശ്രദ്ധ നമുക്ക് വേണം. അമ്മേ, അത് ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ. അമ്മേ, ഇന്ന് വലിയൊരു ഹോട്ടലിലായിരുന്നു പ്രോഗ്രാം. നല്ല ഫുഡായിരുന്നു. പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? പ്രോഗ്രാം തുടങ്ങും മുമ്പേ ഗായിക വെള്ളത്തിലായി. വെള്ളത്തിലോ? പ്രോഗ്രാമിന് മുൻപ് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായിരുന്നു മികച്ച പ്രോഗ്രാം. പെണ്ണെ, നീയുള്ള കാര്യം പറ. എന്റെ കൃഷ്ണ, എന്നിട്ട് വിസ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല. അവസ്ഥ കണ്ടപ്പോ സംഘാടകര് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരത്തെ വരാൻ പറ്റി. അമ്മേ, വേറൊരു കാര്യം പറയാൻ വേണ്ടി അമ്മയോട് ഇരിക്കാൻ പറഞ്ഞ. അഖിൽ സാറിന്റെ കാര്യ. ഇവിടെ എന്തൊരു പെണ്ണ! പരമസാധുവായ അഖിൽ സാറിനെ അവള് ചതിക്കോ? നിനക്ക് അപ്പോഴേ അഖിലിനോട് ഈ കാര്യം പറയായിരുന്നില്ലേ? ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ അഖിൽ സാർ വിശ്വസിക്കോ? അങ്ങനെ കാണിക്കാൻ നമ്മുടെ എന്തെങ്കിലും തെളിവുണ്ടോ? എന്ന് വെച്ച് നമ്മൾ പറയാതിരുന്നാലോ? ഇതൊന്നും അറിയാതെ അഖിൽ അവളെ കല്യാണം കഴിച്ചാലോ? പിന്നെ അവൾ ഇന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അഖിൽ ഒരു നല്ല പയ്യനാ. ചതി പറ്റരുത്. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നീ കണ്ട കാര്യം അവനെ അറിയിക്കുക. എല്ലാം കാണുന്നവനായ കണ്ണ, എല്ലാരും ചേർന്ന് അഖിൽ സാറിനെ എങ്ങോട്ടാ ചുറ്റിച്ചോണ്ട് പോകുന്നത്? പൂളിൽ വീഴാതെ അവന്റെ ജീവൻ രക്ഷിച്ചത് നീയാണെന്ന് വസുന്ധര അറിയണം. എങ്കിലേ അഖിലിനും അവന്റെ കുടുംബത്തിലുള്ളവർക്കും നിന്നോട് താല്പര്യം ഉണ്ടാവൂ. വർമാസ് കറി പൗഡറിന്റെ പാക്കറ്റിൽ അവരുടെ നമ്പർ കാണില്ലേ? ഞാൻ നോക്കട്ടെ. അവന് വിവരമുണ്ട്. നമ്മളാരും ആ കാര്യം ഓർത്തില്ല. മോളെ, ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണോന്ന് ഒന്നുകൂടെ ആലോചിക്കേ. ഒടുവിൽ കൂട്ടി ചോദ്യം ഉണ്ടായി കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ചേച്ചി, ചേച്ചി കിട്ടി, കിട്ടി. നമ്പർ ഇത് ലാൻഡ് ഫോൺ നമ്പറാ. ഇതിൽ വിളിച്ച അഖിൽ സാറിന്റെ നമ്പർ ചോദിക്കാം. അച്ഛാ, ആ ഫോണിങ് തന്നെ. എടുത്തോ മോനെ. എടുത്തിട്ടോ. പതുക്കെ പോ. പതുക്കെ. ഹലോ, വർമാസ് കറി പൗഡർ. ഹലോ, എന്താണ് മാം? എനിക്ക് അഖിൽ സാറിന്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു. സോറി മാം, ബിസിനസ് ആവശ്യങ്ങൾക്കല്ലാതെ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹലോ, പറയൂ. ഹലോ, അതെ, ഒരു പ്രോജക്റ്റിനെ പറ്റി അഖിൽ സാറിനോടൊന്ന് നേരിട്ട് സംസാരിക്കാനാ. പ്ലീസ്, അത്യാവശ്യമാണ്. നമ്പർ ഒന്ന് തരൂ. ഓക്കെ മാം, പക്ഷേ നമ്പർ ഓഫീസിൽ തന്നാണെന്ന് പറയരുത്. ഇല്ല, നമ്പർ ഒന്ന് പറയൂ. നോട്ട് ചെയ്തോ. ഹലോ. ഹലോ, പറഞ്ഞോളൂ.
ഓക്കെ, താങ്ക് യു. ചേച്ചി തകർത്തു. മതി മതി മതി. ആ മതിയമ്മേ. ഇനി അങ്ങോട്ടേ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഞാനെന്താ യുദ്ധത്തിന് പോകുന്നു? നീ മെലിഞ്ഞിരുന്നാലേ അതിന്റെ മോശം എനിക്കാ. അമ്മ നിന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയും. ആര് പറയും? ആരാ ഇനി പറയുന്നേ? നക്ഷത്രയാണോ? ആ അപ്പൊ അറിയാം. ആര് വന്നാലും എന്റെ കാര്യത്തിൽ അമ്മ കാണിക്കുന്ന ശ്രദ്ധ കാണില്ല. നീ അതൊക്കെ ഇപ്പൊ പറയും. കല്യാണം കഴിയുമ്പോ അമ്മ എന്ത് പറഞ്ഞാലും നിനക്ക് ദേഷ്യമായിരിക്കും. എന്റെ വസുന്ധര അമ്മയോട് ഞാൻ ദേഷ്യപ്പെടാനോ? അടങ്ങിയൊന്ന് കഴിക്കടാ. ആ പിന്നെ നാളെ വിവാഹ നിശ്ചയത്തിനുള്ള ഡ്രസ് എടുക്കാൻ പോവാ. രാവിലെ തന്നെ ഫ്രീ ആയിക്കണം. അതൊക്കെ അമ്മയും എടുത്തിമാരും കൂടി സെലക്ട് ചെയ്താൽ മതി. എടാ, വിവാഹ നിശ്ചയം നിന്റെയാ, നീയും വരണം. എന്റെ ഇഷ്ടങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയില്ലേ? ഇക്കാര്യത്തിൽ അത് പോരാ, നീയും ഞങ്ങളുടെ കൂടെ വരണം. ഞാൻ നക്ഷത്രയും വിളിക്കുന്നുണ്ട്, അവളും വരും. കല്യാണ പെണ്ണിനെ മാത്രം അങ്ങ് തന്നാ മതി, ബാക്കിയെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ചെയ്യാന്ന് പറഞ്ഞതല്ലേ. നനഞ്ഞിട കുഴിക്കുന്നതിനും ഒരു പരിധിയില്ലേ മായേ? അങ്ങനെ ഒരു പരിധിയും നമുക്കിടയിൽ വേണ്ട. മകളുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ നന്നായിട്ട് വേവലാതിപ്പെടുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിനൊരു ആശ്വാസവുമായിട്ടാ ഞങ്ങൾ ഈ വന്നത്. അപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ ഓടുകയും ചാടുകയും ചെയ്യരുതെന്ന്. ഞങ്ങളെ നടത്ത മത്സരം വെച്ചതാ, അത് ഓട്ട മത്സരമായിപ്പോയി. ശ്യാമേ, ഇങ്ങനെ ഓടിയും ചാടിയൊക്കെ നടന്നാ മതിയോ? മനസ്സുകൊണ്ട് കല്യാണത്തിനൊക്കെ തയ്യാറെടുക്കണ്ടേ? ഇവളെ നല്ല പക്വതയുള്ള കുട്ടിയാ, എല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ അറിയാം. അല്ല, നിങ്ങൾ ഇരിക്കേ. ജയന്തി, ചായ എടുക്ക്. അയ്യോ, ഒന്നും വേണ്ട. ഓഫീസിൽ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അങ്ങോട്ട് പോകുന്ന വഴിയാ. കല്യാണാവുമ്പോ ഡ്രസ് എടുക്കണം, ആഭരണങ്ങൾ വാങ്ങണം, സദ്യ കൊടുക്കണം, അങ്ങനെ ഒരുപാട് ചെലവുകളുണ്ടല്ലോ. അത് മനസ്സിലാക്കി പരിഹരിക്കേണ്ടത് ഞങ്ങളാ. ഇത് ശ്യാമയ്ക്ക് ഡ്രസ് വാങ്ങാനുള്ള പണമോ? മയെ, അത് വാസുവിന്റെ കയ്യിലോട്ട് കൊടുക്കുക. ഇത് അഭിമാനക്ഷേതമായിട്ട് കാണണ്ട, ഞങ്ങളുടെ മകൾക്ക് വേണ്ടി നൽകുന്നതാ ഇത്. ചാടി വാങ്ങിക്കാനുള്ളതിന് ആരെങ്കിലും മേടിക്കേ, ഇല്ലെങ്കിൽ ഞാൻ മേടിക്കും. എന്റെ മോടെ കല്യാണം ആഘോഷപൂർവ്വം നടത്തണമെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ. പക്ഷെ ഗതിയില്ലാത്തവനായിപ്പോയി. ഇപ്പൊ മറ്റൊരാളുടെ ചെലവിൽ ഇതൊക്കെ നടത്തേണ്ടി വരിക എന്ന് പറയുമ്പോ മറ്റുള്ളവരുടെ കൂടെയാണോ വാസുവേട്ടാ ഞങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ ആലോചന കൊണ്ടുവന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞെന്താ, ചെലവുകളെല്ലാം ഞങ്ങൾ നടത്തിക്കോളാന്നല്ലേ. അത് വേണ്ടാന്നാണെങ്കിൽ വെറും അന്യരായിട്ട് ഞങ്ങളങ്ങ് മാറി നിന്നോളാം. അച്ഛാ, ഇവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ വാങ്ങ്. സന്തോഷത്തോടെ വാങ്ങണം. ഇവളുടെ വിവാഹത്തിന്റെ ഡ്രസ് എടുക്കാൻ വന്നതാ മോനെ. ശ്യാമയുടെ വിവാഹോ? എന്നിട്ട് എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതേ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊള്ളാം, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇക്കാര്യം മറച്ചു വെച്ചു അല്ലേ? ഞങ്ങള് പാവങ്ങളല്ലേ സർ? ആ, അതെന്താ പാവങ്ങളുടെ കല്യാണം വേറെ ആരും അറിയാൻ പാടില്ലെന്നുണ്ടോ? ഓക്കെ ഓക്കെ, എന്നാ മാരേജ്? അടുത്ത മാസം 9-ാം തീയതിയാ. നെക്സ്റ്റ് 9th-നോ? വാട്ട് എ കോയിൻസിഡൻസ്, അത്ഭുതമായിരിക്കുന്നു. എന്റെ മാരേജും ഫിക്സ് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം 9-ന്. അതെയോ? അപ്പോ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ച് നടക്കുമല്ലേ? അതേതായാലും ഗുണമായി.
രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കൂടുണ്ടല്ലോ. ഇനി എന്തിനാ സമയം മെനക്കെടുത്തുന്നേ? വാ വാ, നമുക്ക് ഡ്രസ് എടുക്കാം, വാ. എന്റെ ഫാമിലി ഡ്രസ് എടുക്കാൻ വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് കാണാം. കാണാം മോനെ, വാ. ഇവളുടെ വിവാഹത്തിന്റെ ഡ്രസ് എടുക്കാൻ വന്നതാ മോനെ. ശ്യാമയുടെ വിവാഹോ? എന്നിട്ട് എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതേ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊള്ളാം. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇക്കാര്യം മറച്ചു വെച്ചു അല്ലേ? ഞങ്ങള് പാവങ്ങളല്ലേ സർ? ആ, അതെന്താ? പാവങ്ങളുടെ കല്യാണം വേറെ ആരും അറിയാൻ പാടില്ല എന്നുണ്ടോ? ഓക്കെ ഓക്കെ, എന്നാ മാരേജ്? അടുത്ത മാസം 9-ാം തീയതിയാ. നെക്സ്റ്റ് 9th-നോ? വാട്ട് എ കോയിൻസിഡൻസ്. അത്ഭുതമായിരിക്കുന്നു. എന്റെ മാരേജും ഫിക്സ് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം 9-നാ. അതെയോ? അപ്പോ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ച് നടക്കുമല്ലേ? ആ, അതേതായാലും ഗുണമായി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കൂടുണ്ടല്ലോ. ഇനി എന്തിനാ സമയം മെനക്കെടുത്തുന്നേ? വാ വാ, നമുക്ക് ഡ്രസ് എടുക്കാം, വാ. എന്റെ ഫാമിലി ഡ്രസ് എടുക്കാൻ വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് കാണാം. കാണാം മോനെ, വാ. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അഖിൽ സർ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ശ്യാമ? ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാ. അതിനൊക്കെ തെളിവുണ്ടോന്ന് ചോദിച്ചാ എന്റെ കയ്യിലില്ല. എന്തിനാ തെളിവ്? ശ്യാമ പറഞ്ഞ എനിക്ക് വിശ്വാസ. പറഞ്ഞോ. അഖിൽ, അയ്യോ ഐശ്വര്യ മാഡം, ഞാൻ അഖിൽ സാറിന്റെ കൂടെ നിൽക്കുന്ന കണ്ട കുഴപ്പം. ശ്യാമ, എടോ, എന്താ താൻ പറയാമെന്ന്? ഞാൻ ഇനി കാണുമ്പോ പറയാം. ശ്യാമ. അഖിൽ, അമ്മ അന്വേഷിക്കുന്നു. അഖിലിന്റെ കൂടെ നിന്നത് ശ്യാമയല്ലേ? അതെ. അവളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി കാണാതിരിക്കുന്നതാ നല്ലത്. അഖി വന്നേ. എന്തായിരിക്കും ശ്യാമ എന്നോട് പറയാൻ തുടങ്ങിയത്? അമ്മേ, ഒന്നൂടെ അമ്മേ. അമ്മേ, നീ ഇത്ര പെട്ടെന്ന് വാസുവേട്ടനും അരവിന്ദനും ഉള്ളത് എടുത്തോ? ഇവിടുന്ന് ഇറങ്ങിയപ്പോ അഖിൽ സാറിനെ കണ്ടു. അഖിൽ സാർ എനിക്ക് തന്ന വിവാഹ സമ്മാനം. നിനക്കെന്തിനാ അവൻ വിവാഹ സമ്മാനം തരുന്നത്? ഇങ്ങടുത്തെ സാരിയാണ്. ഒരു 10,000 രൂപ മുടക്കി കാണും. ഇതെന്തായാലും വില കൂടിയ പട്ടുസാരിയാ. ആ പിന്നെ, ഇതിന്റെ പ്രൈസ് ടാഗ് ഒന്നും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഈ സാരിക്ക് എത്ര വില വരും? ഇത് കല്യാണത്തിനുള്ള സ്പെഷ്യൽ പുടവയാ. ഒരു 30,000 രൂപയാവും. എത്രയാ? 30,000. ജയന്തി, അമ്മേ, 30,000 രൂപയുടെ സാരി ഇവക്ക്. അവൻ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അഖിൽ സർ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ശ്യാമ? ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാ. അതിനൊക്കെ തെളിവുണ്ടോന്ന് ചോദിച്ചാ എന്റെ കയ്യിലില്ല. എന്തിനാ തെളിവ്? ശ്യാമ പറഞ്ഞ എനിക്ക് വിശ്വാസ. പറഞ്ഞോ. അഖിൽ, അയ്യോ ഐശ്വര്യ മാഡം, ഞാൻ അഖിൽ സാറിന്റെ കൂടെ നിൽക്കുന്ന കണ്ട കുഴപ്പം. ശ്യാമ,
എടോ എന്താ താൻ പറയാമെന്ന്? ഞാൻ ഇനി കാണുമ്പോ പറയാം. ശ്യാമ. അഖിൽ, അമ്മ അന്വേഷിക്കുന്നു. അഖിലിന്റെ കൂടെ നിന്നത് ശ്യാമയല്ലേ? അതെ. അവളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി കാണാതിരിക്കുന്നതാ നല്ലത്. അഖി വന്നേ. എന്തായിരിക്കും ശ്യാമ എന്നോട് പറയാൻ തുടങ്ങിയത്? അമ്മേ, ഒന്നൂടെ അമ്മേ. അമ്മേ, നീ ഇത്ര പെട്ടെന്ന് വാസുവേട്ടനും അരവിന്ദനും ഉള്ളത് എടുത്തോ? ഇവിടുന്ന് ഇറങ്ങിയപ്പോ അഖിൽ സാറിനെ കണ്ടു. അഖിൽ സാർ എനിക്ക് തന്ന വിവാഹ സമ്മാനം. നിനക്കെന്തിനാ അവൻ വിവാഹ സമ്മാനം തരുന്നത്? ഇങ്ങടുത്തെ സാരിയാണ്. ഒരു 10,000 രൂപ മുടക്കി കാണും. ഇതെന്തായാലും വില കൂടിയ പട്ടുസാരിയാ. പിന്നെ ഇതിന്റെ പ്രൈസ് ടാഗ് ഒന്നും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഈ സാരിക്ക് എത്ര വില വരും? ഇത് കല്യാണത്തിനുള്ള സ്പെഷ്യൽ പുടവയാ. ഒരു 30,000 രൂപയാവും. എത്രയാ? 30,000. ജയന്തി, അമ്മേ, 30,000 രൂപയുടെ സാരി ഇവക്ക്. അവൻ ഏത് കൃഷ്ണനാടി നിന്റെ മനസ്സില്? ടെക്സ്റ്റൈൽസിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ കൂടുതലൊന്നും ചോദിക്കാതിരുന്നത്. എന്താടി ഇത്? കണ്ടാലറിഞ്ഞൂടെ? സാരി. ഓ, ഒരു സാരി. ഇത് സാരി അല്ലടി, പുടവാ. മറ്റൊരാളുമായി വിവാഹം തീരുമാനിച്ചിരിക്കുന്ന നീ ആ പണക്കാരൻ ചെക്കന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇത് അഖിൽ സാർ തന്ന ഗിഫ്റ്റാന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. എനിക്ക് തന്ന വിവാഹ സമ്മാനം. അതിനെന്തിനാ വേറെ അർത്ഥം കാണുന്നത്? നീ കൂടുതൽ ന്യായീകരണമൊന്നും വിളമ്പല്ലേ. വിവാഹം കഴിക്കാത്ത പുരുഷൻ ഒരു പെണ്ണിന് പുടവ കൊടുത്തെങ്കിൽ അതിന് ഈ നാട്ടിലെ ഒറ്റ അർത്ഥേ ഉള്ളൂ: കല്യാണം. എന്റെ കൃഷ്ണ, ഏട്ടത്തി എന്താ ഈ പറഞ്ഞ? മനസ്സിലായില്ലേ? പുടവ കൊടുത്ത് പെണ്ണിനെ സ്വന്തമാക്കിന്ന്. അവന്റെ കയ്യിൽ നിന്ന് പുടവ സ്വീകരിച്ച നീ എന്ത് സത്യസന്ധതയാ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വിഷ്ണുവിനോട് കാണിക്കുന്നത്? അതോ രണ്ടുപേരെയും നീ ഒരുപോലെ മേയിച്ചോണ്ട് പോവോ? എടുത്തി അനാവശ്യം പറയരുത്. ഞാൻ ആവശ്യത്തിന് മാത്രമേ പറഞ്ഞോളൂ. മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കൊന്നേ കേട്ടിട്ടുള്ളൂ. ഇപ്പതാ നേരിട്ട് കണ്ടു. കല്യാണത്തിന് മുൻപ് എന്തൊക്കെ ലീലാവിലാസങ്ങള് കാണേണ്ടി വരും എന്റെ ദേവിയേ. മതി മതി, ഇവളുടെ മനസ്സൊന്ന് കലങ്ങിയിട്ടുണ്ട്. ഇന്നത്തേക്കുള്ളതായി ആശ്വാസായി.
നക്ഷത്രയുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, ധൈര്യമായിട്ട് ഷോപ്പിങ്ങിനുണ്ടോ. അനാവശ്യമായിട്ട് ഓരോന്ന് വാരി വലിച്ചിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കില്ല. ആവശ്യമുള്ളത് മാത്രമേ സെലക്ട് ചെയ്യൂ. അമ്മയും നക്ഷത്രയുടെ കാര്യത്തിൽ ഹാപ്പിയാ. ആ സന്തോഷം നീയായിട്ടില്ലാതാക്കരുത്. അമ്മയുടെ സന്തോഷം ഞാനായിട്ട് എടുത്തി എന്താ ഉദ്ദേശിച്ചത്? ടെക്സ്റ്റൈൽസ് വെച്ച് നീ ശ്യാമയെ കണ്ടില്ലേ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ? അല്ല, അതെങ്ങനെയാ നിങ്ങളെ കണ്ടത്? ഐശ്വര്യ എന്നോട് പറഞ്ഞത്. ആ സമയത്ത് അമ്മയോട് പറയരുതെന്ന് ഞാൻ നിർബന്ധം പിടിച്ചിട്ടാ ഐശ്വര്യ സംസാരിക്കാതിരുന്നത്. എന്റെ എടുത്തി ശ്യാമയുടെ വിവാഹമാണ്. വിവാഹോ? ആ, അതിനുള്ള ഡ്രസ് എടുക്കാനാ അവര് വന്നത്. ഞങ്ങള് കണ്ടു, സംസാരിച്ചു. അവൾക്കുള്ള വിവാഹ സമ്മാനമായിട്ട് ഒരു സാരി ഗിഫ്റ്റ് ആയിട്ടും കൊടുത്തു. എങ്കിൽ ഈ കാര്യം നേരത്തെ പറയണ്ടേ? അതിന് ഇപ്പോഴല്ലേ ചോദിച്ചത്? ശ്യാമയുടെ നിന്റെ കല്യാണമാണ്, പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? ഞാൻ ചോദിച്ച കാര്യം നീ അങ്ങ് വിട്ടേക്ക്. എന്റെ വിവാഹത്തിന്റെ അതേ ഡേറ്റിൽ തന്നെയാ ശ്യാമയുടെ മാരേജ്. റിയലി? ആ, ഇനിയെങ്കിലും ആ പാവം പെൺകുട്ടി ഒന്ന് വെറുതെ വിട്ടൂടെ? അല്ലെങ്കിലും എനിക്ക് അവളെ ആദ്യം കണ്ടപ്പോ മുതൽ ഇഷ്ടാ. ഒരു നിഷ്കളങ്ക ഭാവം, ഒരു സാധു. വിവാഹത്തിന് കഴിയുന്ന സഹായം ചെയ്യണം. പാവം, ഒരു കാര്യമില്ലാതെ എന്തൊക്കെ അപവാദങ്ങളാ ഇതുവരെ കേട്ടത്. അയ്യോ വേണ്ട. കോടീശ്വര പുത്രിയാണെങ്കിലും വിനയത്തിലും ജീവിത രീതിയിലും അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെൺകുട്ടിയാ മോള്. അതറിയാവുന്നതുകൊണ്ടാ ഞാൻ അറിഞ്ഞ കാര്യം നേരിട്ട് വന്ന് പറയാന്ന് കരുതിയത്. അഖിൽ ഒരു നല്ല പയ്യനാണെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. പക്ഷേ അത് തെറ്റി. അവന് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ശ്യാമ. ദേ, ഇത് കണ്ടോ? പൊതുസ്ഥലത്ത് വെച്ച് അഖില് ശ്യാമയ്ക്ക് സമ്മാനം കൊടുക്കുന്നതാ. ഇതിനു മുമ്പ് വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങള് മോള് നേരിട്ട് കണ്ടതല്ലേ? ശ്യാമയെ കാണരുതെന്ന് അവന്റെ വീട്ടുകാരെ താക്കീത് ചെയ്തിട്ടും അഖിൽ വീണ്ടും അവളെ പോയി കണ്ട് സമ്മാനം കൊടുത്തു. അവൻ ശരിയല്ല മോളെ. മോളെ പോലൊരു ശുദ്ധഗതിക്കാരിയായ പെൺകുട്ടിക്ക് ചേർന്നവനല്ല അഖില്. ചതിയില് വീഴാതെ മോളെ രക്ഷപ്പെടണം. ഇതിൽ എന്താ ഇത്ര ചതി? അഖിലും ശ്യാമയും തമ്മിലുള്ളത് തെറ്റിദ്ധരിക്കപ്പെടേണ്ട ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കാഴ്ചയെ നിങ്ങളെപ്പോലെ ചീപ്പായി കാണാൻ എനിക്ക് കഴിയില്ല. അതൊന്നും അവൾക്കൊരു പ്രശ്നമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവൾ എന്തോ വലിയ കുഴപ്പം പിടിച്ച കേസാണെന്നാ. അതല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം കേൾക്കുമ്പോ കൂസലില്ലാതെ നിൽക്കൂ. ഓ, അപ്പോ അവൾ ഈ കല്യാണത്തിൽ നിന്ന് മാറില്ലാന്ന് ഉറപ്പായി? മാറില്ലാന്ന് മാത്രമല്ല, ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രചാരണവും അവൾ വകവെക്കത്തുമില്ല. പിന്നെ എന്ത് ചെയ്യും മമ്മി? ആവശ്യത്തിലേറെ പണമുള്ളതിന്റെയും ആരെയും മയക്കുന്ന സൗന്ദര്യത്തിന്റെയും അഹങ്കാരം അവൾക്ക്. ഇതിലേതെങ്കിലും ഒന്നില്ലാതായാൽ നക്ഷത്രയ്ക്ക് പിന്നെ നിലനിൽപ്പില്ല. എങ്കിൽ പിന്നെ സൗന്ദര്യം ഇല്ലാതാക്കാനുള്ള വഴി നോക്കുന്നതാ നല്ലത്. എങ്ങനെയെങ്കിലും അവളുടെ മുഖം വികൃതമായ ആരും തിരിഞ്ഞു നോക്കില്ല. ഇപ്പൊ ഇഷ്ടത്തോടെ ചേർത്ത് പിടിക്കുന്ന വസന്തരാമ അറപ്പോടെ മുഖം തിരിക്കും. അങ്ങനെ ആക്കാൻ എന്ത് ചെയ്യും? നക്ഷത്ര സ്ഥിരമായി പോകുന്ന ബ്യൂട്ടി പാർലറിലെ സ്റ്റാഫിനെ കയ്യിലെടുത്താ മതി. നല്ലൊരു ഓഫർ കൊടുത്ത് ആ സ്റ്റാഫിനെ കൊണ്ട് നമ്മള് കൊടുക്കുന്ന ഫേസ് പാക്ക് നക്ഷത്രയുടെ മുഖത്തിടണം. വർക്കൗട്ട് ആവോ?
കൊടുത്ത സ്റ്റാഫിനെ സ്വാധീനിക്കുന്ന കാര്യം മമ്മി ഏറ്റാ. 2 ദിവസം കൊണ്ട് മുഖത്തെ സ്കിന്ന് ചുക്കി ചുളുങ്ങി കറുത്ത് കരിവാളിക്കുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫേസ് പാക്ക് ഞാൻ സംഘടിപ്പിക്കും. നക്ഷത്രയുടെ മുഖം കിളവികളുടേതുപോലെ ചുക്കി ചുളിയോ? അതിനേക്കാളും കഷ്ടം. വിഷ്ണു എന്താ വിഷ്ണു? ജഗന്നാഥ് സാറേ, സാർ അവിടെ എന്ത് മാജിക്ക കാണിക്കുന്നേ? വിഷ്ണു എന്താ ഉദ്ദേശിക്കുന്നേ? എന്റെ ജാതകം ഇതുവരെ എഴുതിച്ചിട്ടില്ല. അല്ല, അങ്ങനെ എഴുതിക്കാൻ പ്രോപ്പർ ചാനലിൽ ഒരു അച്ഛനമ്മയില്ലായിരുന്നു. അങ്ങനെ ജാതകം ഇല്ലാത്ത എന്നെ വിളിച്ച് ശ്യാമയുടെ അച്ഛൻ വാസുദേവൻ പറയുന്നു എന്റെ ശ്യാമയുടെ ജാതകം തമ്മിൽ ഭയങ്കര ചേർച്ചയാണെന്ന്. ഇതെങ്ങനെ സംഭവിച്ചു സാറേ? തന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞെന്താ, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാ മതി, ബാക്കിയെല്ലാം സംഭവിച്ചോളൂന്നല്ലേ. ശ്യാമയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ ജാതകം തന്നെയാ പൊരുത്തം നോക്കാൻ കൊടുത്തിരിക്കുന്നത് വിഷ്ണു. കേട്ടല്ലോ, അഖിലിന്റെ ജാതകം തന്നെയാണ് വാസുവേട്ടന്റെ വീട്ടിലെത്തിച്ചു കൊടുത്തത്. ഓ, ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടികിട്ടി. പിന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. സാറേ, കല്യാണത്തെക്കുറിച്ച് എന്തോ സംസാരിക്കാൻ ശ്യാമയുടെ വീട്ടിലേക്ക് ചെല്ലണോന്ന്. അപ്പോ എങ്ങനെയാ സാറേ, ഞാൻ പോണോ? സാറിനോട് ചോദിക്കാതെ മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനോട് ചോദിച്ചിട്ട് പറയാന്നാ ഞാൻ പറഞ്ഞത്. പോണോ ഞാൻ? പോണം. നീ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെയും കൂട്ടി പറ്റുമെങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് പോണം. എന്തെങ്കിലും തടസ്സം പറഞ്ഞ് പോവാതിരുന്നാൽ അവർക്ക് സംശയം തോന്നും. നാളെ അവിടെ ചെന്ന് അവരെന്തെങ്കിലും കുരുക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാ പിടി കൊടുക്കാത്ത രീതിയിൽ മറുപടി കൊടുത്താൽ മതി. ചെല്ലാതിരുന്നാൽ ശ്യാമയുടെ വീട്ടുകാർക്കല്ല, പ്രധാന പ്രശ്നം അരുന്ധതി ദേവിക്കാണ്. അവരിപ്പോഴേ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ വീട്ടുകാരുടെ മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യുന്ന ക്രീം അല്ലല്ലോ ഇത്. അതിനേക്കാൾ ലേറ്റസ്റ്റ് ആണ് മാം. നോ, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ മാം. ഒരാഴ്ചത്തേക്ക് ഗ്ലേസിംഗ് പോവില്ല. VVIPകൾക്ക് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ഈ ക്രീമിന് ഒരു ബാഡ് സ്മെൽ ഉണ്ടല്ലോ. നിങ്ങളുടെ മൂക്ക് എന്താ അടഞ്ഞിരിക്കുവാണോ? ഇത് പഴകിയ ക്രീമാ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞു. നിങ്ങളാണോ ബ്യൂട്ടീഷ്യൻ എക്സ്പെർട്ട്? നോൺസെൻസ്. മാം, ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ക്രീം ആയതുകൊണ്ട് ഒരക്ഷരം മിണ്ടി പോരുതിനി. എന്താ നക്ഷത്ര മാം? എവിടെയോ കിടന്ന് വൃത്തികെട്ട ഈ ക്രീം എന്റെ ഫേസിൽ ഇപ്പൊ അപ്ലൈ ചെയ്തേനെ. ഇങ്ങനെയുള്ള സ്റ്റാഫിനെ വെച്ചാലേ ഈ സ്ഥാപനം ഉടനെ പൂട്ടിക്കെട്ടേണ്ടി വരും. സോറി മാം, ഒരു മിസ്റ്റേക്ക് പറ്റിയതാ. ഇത് എന്റെ ഫേസ് തേച്ച് അലർജി ആയി എന്റെ ഫേസിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഒരു സോറിയിൽ നിൽക്കുമായിരുന്നോ? ബഹളം വെക്കാതെ മാം, നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം. എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല. ഇതോടെ ഞാൻ ഇവിടേക്കുള്ള വരവ് നിർത്തി. ഒരു ക്രീം ഒന്നോ.
ശ്യാമ, എന്താണ് ധൃതി പിടിച്ചു പോകുന്നത്? അപ്പോ നമ്മുടെ ഇവിടെ വിസ്മയുടെ പ്രോഗ്രാമിന് വന്നപ്പോ 1-2 തവണ കണ്ടിട്ടുണ്ട്. പിന്നെ അഖില് പറഞ്ഞു അറിയാം. ഇത് എന്റെ അനിയനാ അപ്പു. സാർ അന്ന് റോഡിൽ തലയിറങ്ങി വീണില്ലേ, അന്ന് ചേച്ചിയാ രക്ഷിച്ചത്. അപ്പോ എന്നെ രക്ഷിച്ച വാസുദേവന്മാരുടെ മകൾ ശ്യാമയായിരുന്നല്ലേ? ശ്യാമയ്ക്ക് അച്ഛൻ അറിയില്ലായിരുന്നോ? എന്നിട്ടെന്താ ഇക്കാര്യം എന്നോട് പറയാതിരുന്നത്? ഒന്നാമത് അഖിൽ സാറിന്റെ വീട്ടുകാർക്ക് എന്നോട് ദേഷ്യ. ഇനി ഇതും കൂടി അറിഞ്ഞോ? ശ്യാമ ചെയ്തത് വലിയൊരു കാര്യമല്ലേ? അതോർത്തിട്ടാണോ എനിക്ക് മുഖം തരാതെ എവിടേക്കോ പോകുന്നെന്ന് പറഞ്ഞ് മാറി നിന്നത്? മോൾ അന്നെന്റെ ജീവൻ രക്ഷിച്ചെന്ന് മാത്രമല്ല, കാറിലുണ്ടായിരുന്ന 30 ലക്ഷം രൂപയും ഭദ്രമായെടുത്ത് സൂക്ഷിക്കുകയും ചെയ്തു. ആ, മോളുടെ വിവാഹമാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഏതായാലും എന്റെ വക ഒരു വിവാഹ സമ്മാനം മോളുടെ വീട്ടിലെത്തിയിരിക്കും. ഓക്കെയോട്ടെ? ആദ്യം എന്റെ ജീവൻ രക്ഷിച്ചു, അത് കഴിഞ്ഞ് എന്റെ അച്ഛന്റെയും. ഇതിനെല്ലാം ചേർത്ത് ഞാൻ എന്താ ശ്യാമയ്ക്ക് തരേണ്ടത്? സാറിന്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി. അതിനേക്കാളും വലിയ സമ്മാനം എനിക്ക് വേറെ കിട്ടാനില്ല. ശ്യാമ എന്നോട് എന്തോ പറയണോന്ന് പറഞ്ഞില്ലേ? ഞാൻ അപ്പം മുതൽ ആഗ്രഹിക്കുന്നതാ ശ്യാമയെ നേരിട്ട് കണ്ടൊന്ന് ചോദിക്കണമെന്ന്. എന്താ എന്നോട് പറയാനുള്ളത്? അതിങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി കാണുമ്പോ പറയാം. ഓക്കെ, ബൈ. പോയല്ലോ. നേരത്തെ കാണുമ്പോ ഭയങ്കര ഗൗരവമായിരുന്നു, ഇപ്പൊ സിമ്പിളായി. പുതിയൊരാൾ കൂടി വരികയല്ലേ നക്ഷത്ര, അതിന്റെ മാറ്റം എല്ലാരിലും ഉണ്ടാവും. പിന്നെ അഖിയുടെ വിവാഹ നിശ്ചയത്തിന് വിസ്മയുടെ ഒരു പ്രോഗ്രാം വെക്കണമെന്ന് എനിക്കൊരാഗ്രഹം. ആഹാ, അഖിലിന്റെ കല്യാണ നിശ്ചയം ആയോ? ആ, അങ്ങനെ വലിയൊരു ചടങ്ങായിട്ടൊന്നുമില്ല. അന്ന് വിസ്മയുടെ മ്യൂസിക് പ്രോഗ്രാം ആയിരിക്കും ഹൈലൈറ്റ്. പ്രോഗ്രാമിന് ശ്യാമ എങ്ങനെ കൊണ്ടുവരും? ഇവരവളെ കണ്ട ഓടിക്കും. എന്താ അരുന്ധതി, ചെറിയ ചടങ്ങിന് ഇങ്ങനൊരു പ്രോഗ്രാം വേണോന്നാണോ? ഏയ്, അതൊന്നുമല്ല. അരുന്ധതിയും വിസ്മയും ഞാൻ ഈ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാ കരുതിയിരിക്കുന്നത്. ഇവിടെ എന്താഘോഷം നടന്നാലും നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം. പ്രോഗ്രാം നടത്തുന്നതിന് ചില അരുന്ധതി മാം വിചാരിച്ച പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നങ്ങളാ? അമ്മ കാര്യം പറഞ്ഞില്ലേ? ഇനിയിപ്പൊ എല്ലാ കാര്യങ്ങളും അരുന്ധതി മാം നോക്കിക്കോളും. മോളെ, അത് ഒഴിഞ്ഞു മാറരുത്. നിശ്ചയത്തിന് വിസ്മയുടെ പാട്ട് വേണം. അതിവിടെ എല്ലാരും കൂടി തീരുമാനിച്ചതാ, നടത്തിയേ പറ്റൂ. അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മേഡം സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നതില് എന്താ കാര്യം? ആ, ഞങ്ങൾ വരാം. വസുന്ധരയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഇത്രേ കാര്യമുള്ളൂ. വിവാഹത്തിന് മുമ്പ് നമുക്ക് നിശ്ചയം നടത്തണ്ടേ? അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി കൂടാ നിങ്ങളോട് ഇതുവഴി വരാൻ പറഞ്ഞത്. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം. നിശ്ചയമൊക്കെ നടത്തുമ്പം എന്തായാലും കുറച്ച് ചെലവ് വരും. ഇനി അതിന്റെ പേരിൽ ഒരു ബാധ്യത ഉണ്ടാക്കി വെക്കണോ? നിശ്ചയം നടത്തി പണം ചെലവഴിക്കേണ്ടെന്ന എന്റെ അഭിപ്രായം. വിവാഹത്തിന് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അതിനിടയില് ഈ ചടങ്ങ് വേണ്ട. അല്ല, ഭാര്യയോടും മകനോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അവർ രണ്ടുപേരും ദേവയുടെ തറവാട്ടി കല്യാണം ക്ഷണിക്കാൻ പോയിരിക്കുക. അവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ.
ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. നിശ്ചയം വേണ്ടെന്നാ നിങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹമെങ്കിൽ വേണ്ട. അരുന്ധതി മാഡം, നിങ്ങൾ എന്താ വരാത്തെ? ചെറുക്കൻ വച്ചിനെ അധികം താമസിയാതെ അങ്ങ് പോവും. നിങ്ങൾ വന്നാലേ ഈ കല്യാണം കലക്കാൻ പറ്റൂ. വേഗം വാ. അരുന്ധതി മാഡം വരുന്നത് വരെ എങ്ങനെയെങ്കിലും ഇവരൊന്ന് പിടിച്ചു നിർത്തണമല്ലോ. നമുക്ക് ശ്രീധരത്തിന്റെ കാര്യം കൂടെ ഒന്ന് സംസാരിക്കണ്ടേ? എനിക്കൊരു ജീവിത പങ്കാളിയെ വേണ്ടത്, അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്യാമയും വീട്ടുകാരെയും ഞങ്ങൾക്കിഷ്ടമായി. ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തെ ഞങ്ങളല്ലേ കൊണ്ടുപോകുന്നത്. അതിനങ്ങോട്ടാ ധനം തരേണ്ടത്. മോനെ, ഈ വിവാഹ തടസ്സം നീങ്ങിപ്പോവാനായിട്ട് ബുധനാഴ്ച വൈകിട്ട് ക്ഷേത്രക്കുളത്തിൽ ഒരു ദീപം ഒഴുക്കുന്ന ചടങ്ങുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നടത്തേണ്ടതാ. അന്ന് വിഷ്ണു കൂടെ വന്നാൽ നന്നായിരുന്നു. അല്ല, അതിപ്പോ അതിന് നീ എവിടെ പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ബുധനാഴ്ച ഞാൻ സ്ഥലത്തില്ല. പ്രൊമോഷന്റെ ചില പേപ്പർ വർക്കിനായി ഞാൻ ഡൽഹിക്ക് പോവാ. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞാ വരൂ. അപ്പൊ ചടങ്ങ് ഡമ്മി വെച്ച് ചെയ്യേണ്ടി വരുമോ? ഇവനില്ലെന്ന് കരുതി ചടങ്ങുകൾക്കൊന്നും തടസ്സം വരുത്തണ്ട. പിന്നെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഒഴുക്കിക്കോളാം. ആരെ ഒഴുക്കുന്ന കാര്യോ? ക്ഷേത്രത്തിലെ നടത്തേണ്ട ഒരു ചടങ്ങിനെ കുറിച്ച് പറയുമായിരുന്നു. ഓ, ഇതാണോ ശ്യാമയെ കിട്ടുന്ന പയ്യൻ? ശ്യാമേ, നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെന്ന് കാണണമെന്ന് കരുതി വന്നതാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാ ശ്യാമ. ഇത്രയും നല്ലൊരാളെ ശ്യാമയ്ക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ശ്യാമയെ പോലൊരു പെണ്ണിനെ കണ്ടെത്താൻ വിഷ്ണു ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലേ? വിഷ്ണുവിന്റെ അമ്മ വന്നില്ലേ? അമ്മ മരിച്ചുപോയി. അപ്പൊ അമ്മായി അമ്മയുടെ ശല്യം ഉണ്ടാവില്ല. വിഷ്ണുവിന് എവിടെയാ ജോലി? കോയമ്പത്തൂര് റെയിൽവേല. ഉടനെ ട്രാൻസ്ഫർ ആവും ഡൽഹിക്ക്. റെയിൽവേയിൽ എന്താ ജോലി? TTR. നിങ്ങളുടെ തറവാട്ട് പേര്? നിലയത്തുമന. ബന്ധുക്കളൊക്കെ? അടുത്ത ബന്ധുക്കൾ ആരുമില്ല. ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞില്ലേ? പ്രൊമോഷനോട് കൂടിയാണോ? ഹലോ, ഇതേപോലെ വെരിഫിക്കേഷൻ നടത്താൻ ഞാൻ വിദേശത്തേക്ക് പോകുന്നല്ല, വിവാഹം കഴിക്കാൻ പോവാ. നോക്ക്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ ശ്യാമ. അപ്പോ ഇവളൊരു നല്ല കുടുംബത്തിലേക്കാണോ ചെല്ലുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? വിവാഹ തട്ടിപ്പൊക്കെ ഒരുപാട് നടക്കുന്ന സമയം. കെട്ടാൻ വരുന്ന ആള് ഫേക്ക് ആണോ റിയൽ ആണോ എന്നൊക്കെ അറിയണ്ടേ? അതെ, എന്റെ ആധാർ കാർഡ്, എന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. പിന്നെ ഇതെന്റെ ഡ്രൈവിംഗ് ലൈസൻസാ. ഇനി എന്താ, എന്റെ ബാങ്ക് പാസ്ബുക്ക് എല്ലാം വേണോ? മാഡം, ഇത് ജഗന്നാഥൻ കൊണ്ടുവന്ന ബന്ധമാ. അവർക്കങ്ങനെ വെറുതെ ഒരു ചായ കൊടുത്താൽ ശരിയാവൂ? കൂടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? കഴിക്കാൻ കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ല. ഈ ചായ കുടിച്ചതിന്റെ സുഖം അവരൊരിക്കലും മറക്കാൻ പാടില്ല. ഇതില് കുറച്ച് വിമ്മ ചേർത്താലോ? അയ്യോ, അതൊക്കെ മോശമല്ലേ? അതുമല്ല, അതൊക്കെ പഴയ ഐറ്റാ. ഇവിടെ അപ്പൂന് വയറ്റിന്ന് പോവാൻ വേണ്ടിച്ച ഒരു മരുന്നിരിപ്പുണ്ട്. അത് ഞാൻ ഇപ്പൊ എടുക്കാം. ഇതിന്ന് ഒരു 5-10 തുള്ളി കഴിച്ചാലേ അണക്കെട്ട് തുറന്നു വിട്ട പോലെ പൊയ്ക്കോളും. എങ്കിൽ ഇത് മതി.
അത് ഇളക്കിക്കോ. ചെറിയൊരു സ്മെല്ലുണ്ട്. ഇത് സ്പെഷ്യൽ ചായയാണെന്ന് പറഞ്ഞാ മതി. പഞ്ചസാര ഇട്. ഓ, ഇതിലും കിട്ടും. വിസ്മയ മാഡത്തിന് ചായ വേണോ? വേണ്ട. അയ്യോ, എനിക്കാണെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. ഞാനേ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. മമ്മി, ദേ ഐശ്വര്യ വിളിക്കുന്നു. ഇവളെന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഹലോ. ഹലോ അരുന്ധതി മാം, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ഞാൻ ചെയ്തു തരും. ഐശ്വര്യമോള് പറഞ്ഞു. ഒരു കെമിക്കലിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. കെമിക്കലോ? എന്ത് കെമിക്കല്? എന്താ എന്തിനാന്നൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. അറിയേണ്ട കാര്യങ്ങള് നേരിട്ട് കാണുമ്പോ പറയാം. ഓ, ആ കെമിക്കല് നിങ്ങളുടെ ഡ്രൈവറെ വിട്ട് വാങ്ങണം. എന്നിട്ട് അതെന്റെ അടുത്ത് രഹസ്യമായിട്ട് എത്തിക്കണം. അല്ല, ഞാൻ അവിടെ വരുമ്പോ വസുന്ധര സംശയിക്കില്ലേ? അരുന്ധതി മാം വരണ്ട. ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തയച്ചാ മതി. വീടിന് പുറത്തെത്തിയ ശേഷം എന്നെ അറിയിച്ചാ മതി. ഞാൻ പോയി വാങ്ങിക്കോളാം. ഓ, അങ്ങനെ ചെയ്യാം. ഇന്ന് തന്നെ അത് എത്തിക്കണം. ഓക്കെ മോളെ. മമ്മി, ഇതിത്തിരി അപകടം പിടിച്ച കെമിക്കലാണല്ലോ. ഇതെന്താണെന്ന് നിനക്കറിയാവോ? പാട്ടറിയില്ലെങ്കിലും BSc കെമിസ്ട്രിയിൽ എനിക്ക് ടോപ്പ് മാർക്കായിരുന്നു. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? ഐശ്വര്യക്ക് ഇത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. ഈ കെമിക്കല് ഒരു 10 സെക്കൻഡെങ്കിലും വെയിലത്ത് വെച്ച് നക്ഷത്ര, നിന്റെ കാലക്കെട് തുടങ്ങാൻ പോവും. ചെറിയൊരു അപകടം, അത് മതി. നീ ഒരു ഭാഗ്യം കെട്ടവളാണെന്ന് വരുത്തി തീർക്കും. നക്ഷത്രത്തിളക്കം കെടുത്താൻ ഈ തീ മതി. ഈ കാർഡ് എടുത്ത പോലെ അമ്മയുടെ റൂമിൽ വെക്കണം. എന്താ മോളെ? അച്ഛനിത് എവിടെ നിന്ന് കിട്ടി? ഇവിടെ കിടന്ന്. ഇത് വസു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കാൻ വെച്ചിരുന്ന കാർഡല്ലേ? ഇത് അരുണേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി വെച്ചതാ. റൂമിൽ വെച്ചിരുന്നത്. ഇതെങ്ങനെ എവിടെ എത്തി? അതാ ഞാനും ആലോചിക്കുന്നത്. ഞാനിത് എവിടെ പോയിന്ന് അന്വേഷിക്കുമായിരുന്നു. താങ്ക്സ് അച്ഛാ. ഹലോ. ഹലോ മിസ്റ്റർ വർമ്മ, ഞാൻ നക്ഷത്രയുടെ പപ്പ തമ്പിയാണ്, രാജശേഖരൻ തമ്പി. ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ നേരിട്ട് വരാനിരുന്നതാണ്, പക്ഷേ പെട്ടെന്നൊരു ഡൽഹി യാത്ര, ബിസിനസ് മീറ്റിംഗ്, അതുകൊണ്ടാ വിളിക്കുന്നത്. വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മാവേലിക്കരയിലുള്ള ഞങ്ങളുടെ തറവാട്ടിൽ വെച്ച് നടത്തണമെന്നാണ് തീരുമാനം. അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ മിസ്റ്റർ തമ്പി മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെയല്ല ഞാൻ. വർമ്മ സാറ് പറഞ്ഞോളൂ. അത് പിന്നെ കല്യാണ നിശ്ചയവും വിവാഹവും ഇവിടെ വെച്ച് നടത്തണമെന്നുണ്ട് ഞങ്ങൾക്ക്. അതെങ്ങനെ ശരിയാവും? നിശ്ചയം നടത്തേണ്ടത് പെണ്ണിന്റെ വീട്ടിൽ വെച്ചല്ലേ? ഹലോ, ഞാൻ അഖിയുടെ അമ്മയാ. നിങ്ങൾ എന്തായാലും തറവാട് വീട്ടിൽ വെച്ചിട്ടല്ലേ നിശ്ചയം നടത്തുന്നേ. അത് ഇവിടെ വെച്ച് നടത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം.
രാജന. ഹലോ, രാജനാ സാറേ? വെറും രാജനല്ല, രാജശേഖരൻ തമ്പി. അത് മറ്റുള്ളവരുടെ മുമ്പില്, സാറിന്റെ മുമ്പില് ഞാൻ വെറും രാജനല്ലേ? തമ്പി അഖിലിന്റെ വീട്ടിൽ വിളിച്ചിട്ട് വിവാഹ നിശ്ചയം മാവേലിക്കരയുള്ള നമ്മുടെ തറവാട്ടിൽ വെച്ച് നടത്തണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിശ്ചയവും വിവാഹവും ചെറുക്കന്റെ വീട്ടിൽ വെച്ച് നടത്തണമെന്നാ അവര് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ വിവാഹ നിശ്ചയവും അവിടെ വെച്ച് നടത്താമെന്ന് ഞങ്ങളും റെഡിയാണെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ നിശ്ചയവും അഖിലിന്റെ വീട്ടിൽ വെച്ച് ഫിക്സ്. അങ്ങനെ തന്നെ ഏൽപ്പിച്ച ഈ കാര്യം താൻ വൃത്തിയായിട്ട് ചെയ്തു. ഇനിയുള്ള കാര്യങ്ങള് ഇതിനേക്കാൾ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ചെയ്യും സാറേ. സാറ് പോലും ഞെട്ടിപ്പോവും. കൂടുതൽ ഞെട്ടിക്കാതെ ഫോൺ വെക്ക് രാജ. ആ എല്ലാരും തയ്യാറായിട്ട് നിൽക്കുമായിരുന്നോ? ഇവന്റെ ഒരു കാര്യത്തിന് ഞങ്ങളായിട്ട് താമസിപ്പിക്കില്ല. അങ്ങനെ ഒരുപാട് നാൾ കൂടിയാ നമ്മളെല്ലാവരും ചേർന്ന് അമ്പലത്തിലേക്ക് പോകുന്നത്. അതെ അതെ. വാ, വാ. ആനന്ദേട്ടാ, എന്തെങ്കിലും പറ്റിയോ നിനക്ക്? എന്താ സംഭവിച്ചു? എങ്ങനെയാണെന്ന് അറിയില്ല. പൂജിക്കാനുള്ള കാർഡ് എന്റെ കയ്യിലിരുന്ന് കത്തി. പുറത്തിറങ്ങിയപ്പോ കത്തണമെങ്കിൽ ആ കാർഡിന് എന്തോ പ്രത്യേകതയുണ്ട്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഈ കല്യാണത്തിന് എന്തോ വലിയ തടസ്സമുണ്ട്. അതിന്റെ ഒരു സൂചനയാ ഈശ്വരനായിട്ട് കാണിച്ചു തന്നത്. മോളെ, തിരുമേനി ഒന്ന് വിളിച്ചേ.